നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ദേവീ ആരാധനയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എത്ര നവരാത്രികളുണ്ട് എന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചില ആൾക്കാർ അന്വേഷിച്ചത് കാരണമാണ് ഒരു അറിവിനായിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വർഷത്തിൽ 4 നവരാത്രികളുണ്ട്. അതിൽ 2 എണ്ണം എന്നത് വളരെയധികം ഗുപ്തമാണ്. അതിന് നമ്മൾ ഗുപ്ത നവരാത്രി എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു പബ്ലിക് മുഴുവനും ആഘോഷിക്കുന്ന ഒരു നവരാത്രി എന്നത് നമ്മൾ ശാരദീയ നവരാത്രിയാണ്. അപ്പോൾ അതാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വരുന്നത്. അത് പ്രധാനപ്പെട്ട നവരാത്രിയാണ്. അതിൽ എല്ലാവരും ആഘോഷിക്കുന്നു. അതല്ലാതെ ദേവീ ആരാധകർ, അതായത് ദേവിയെ പറ്റി പ്രകീർത്തിക്കാനും സ്തുതിക്കാനുമുള്ള അവസരങ്ങളൊന്നും പാഴാക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ദേവീ ആരാധകരാണെങ്കിൽ നിങ്ങൾക്ക് ഈ 4 നവരാത്രികളും അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ വളരെ ഗുപ്തമാക്കി വെക്കുകയും വേണം. ഒന്നാമത് സെപ്റ്റംബർ ഒക്ടോബറിൽ വരുന്ന ശാരദീയ നവരാത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഘോഷിക്കുന്ന 9 ദിവസങ്ങൾ 9 നിറം ഒക്കെ അതൊരു ആഘോഷം പോലെയാണ്. പിന്നെ പബ്ലിക്കായിട്ട് പൊതു സ്ഥലങ്ങളിലുള്ള പൂജ, വിശേഷ പൂജകൾ, പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം ഉണ്ടാകും. ഇപ്പോൾ എല്ലാവരും കൂടുന്ന ഒരു സമയം, അങ്ങനെ ഒരു ആഘോഷം പോലെയാണത്. പക്ഷെ നിങ്ങൾ ദേവി സാധകരാണെങ്കിൽ, ദേവി ആരാധകർ വളരെയധികം, അതായത് ഞാൻ പറയാം അന്ധമായി ദേവി വിശ്വാസമുള്ളവരാണെങ്കിൽ, അത് ദേവി തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസമാണ് ദേവീ ദേവതമാരെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ, ഭഗവാൻ ശിവനെ, മഹാഗണപതിയെ, കാർത്തികേയനെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, വലിയ വിശ്വാസവുമാണ്. നിങ്ങൾക്ക് അവരെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിൽ അവരോട് ഒരു ദേഷ്യവും, അതുപോലെ എന്താ പറയുക, നിങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ മിണ്ടാതിരിക്കുമെങ്കിലും നിങ്ങൾക്കത് കേൾക്കാനേ ഇഷ്ടമില്ല. നിങ്ങളുടെ ഒരു ഇഷ്ടദൈവത്തെ അല്ലെങ്കിൽ ദേവീ ദേവതകളെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാനേ ഇഷ്ടമില്ല എന്നൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോട്, ദൈവങ്ങളോട് അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. അത് വളരെ നല്ലതാണ്. അതായത് നമുക്ക് അഹംഭാവം ഉണ്ടാകില്ല, കാരണം നമ്മളെക്കാൾ പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ട്. മറ്റൊന്ന്, അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജാണ് നമ്മളിൽ തന്നെ അവരുണ്ട് എന്നത്. ഭഗവാനും പറയുന്നുണ്ട് ഏകോഹം ബഹുശ്യാമ എന്നത്, ഞാൻ ഒന്നേ ഉള്ളൂ എന്നത് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിലെ ആ തത്വം അറിയാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അത് കുറേയൊക്കെ അഡ്വാൻസ് സ്റ്റേജിലാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഏത് പ്രായത്തിലുള്ള ഒരാളാണെങ്കിലും, സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ഏത് പ്രായം, 55, 60, 65, ഏത് വയസ്സും, ചെറിയ കുട്ടികളാണെങ്കിലും 25, 20, ഏത് വയസ്സുള്ള ആളാണെങ്കിലും ഒട്ടും വൈകിട്ടില്ല, ഒന്നും നേരത്തെയുമല്ല, ആരാധനകൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 നവരാത്രികളെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം, അതായത് ഹിന്ദു നവവർഷം തുടങ്ങുന്നത് തന്നെ ഈ വർഷം അത് മാർച്ച് 30-നാണ് നവരാത്രി ആരംഭം, 2025 കാര്യമാണ്. അപ്പോൾ ചൈത്ര നവരാത്രി ആ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലായിട്ടാണ് വരുന്നത്. ഇത് കിട്ടാൻ പോകുന്നതും ഈ ചൈത്ര നവരാത്രിയാണ്. അപ്പോൾ അത് ഒരു തുടക്കമാണ്. അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ നവരാത്രി വ്രതം അനുഷ്ഠിക്കണം. നവരാത്രി വ്രതം അല്ലെങ്കിലും ഞാൻ അതിനെപ്പറ്റി പറയാം എങ്ങനെ അനുഷ്ഠിക്കാമെന്നുള്ളത്. അതായത് നിങ്ങൾ അവെയർ ആകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ദേവിയെ പ്രകീർത്തിക്കാൻ, ആരാധിക്കാൻ തീരുമാനിക്കുകയാണ്, ധ്യാനം ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു തുടക്കമാണ്, വളരെ നല്ല തുടക്കമാണ്. ഒരുപാട് സമയമുണ്ട് നമുക്കതിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട്, നമ്മളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, അതായത് തയ്യാറെടുപ്പിന് സമയമുണ്ട്. അപ്പോൾ 4 നവരാത്രികളിൽ ഒന്ന് ചൈത്ര നവരാത്രിയാണ്, ഒന്ന് ശാരദീയ നവരാത്രിയാണ്, ഒന്ന് മാഘ നവരാത്രിയാണ്, ഒന്ന് ആഷാഢ നവരാത്രിയാണ്. ഇതിൽ ആഷാഢ നവരാത്രി എന്നത് ഇത് മാസങ്ങളുടെ പേരാണ്. മാഘമാസത്തിൽ, ആഷാഢ മാസത്തിൽ, ചൈത്ര മാസത്തിൽ വരുന്ന നവരാത്രിയാണ് ചൈത്ര നവരാത്രി. അപ്പോൾ ഇത് ഹിന്ദു കലണ്ടർ പ്രകാരമാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മൾ ഭാരതത്തിൽ പല കലണ്ടറുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, അതിലൊന്നും തെറ്റല്ല, എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ശരി തന്നെയാണ്. ഇതിൽ പൂർണിമയിൽ അവസാനം ആയിട്ട് കാണുന്നതും അമാവാസ്യ ദിവസം അവസാനമായിട്ട് കാണുന്നതും ഉള്ള രീതികളുണ്ട്. അതുപോലെ നമ്മുടെ മലയാളികളാണെങ്കിൽ മാസം കണക്കാക്കുന്നത് സൂര്യൻ രാശി മാറുമ്പോഴാണ്. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതിൽ തന്നെ പൂർണിമാന്തം എന്ന് പറയും, അമാന്തം എന്നും പറയും. അമാവാസ്യയിൽ അവസാനിക്കുന്നത് അമാന്തം, പൂർണിമയിൽ അവസാനിക്കുന്നത് പൂർണിമാന്തം. അപ്പോൾ കലണ്ടറുകൾ അങ്ങനെ വ്യത്യസ്ത കലണ്ടറുകളുണ്ട്. ഇതിൽ ഗുജറാത്ത് ഏരിയയിൽ ഒരു കലണ്ടർ ഫോളോ ചെയ്യുന്നു, മഹാരാഷ്ട്ര, അതുപോലെ ഉത്തർപ്രദേശ് ഭാഗത്ത് ഉള്ള ഒരു ഫോളോ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. ഇതിലൊന്നും നമുക്ക് അല്പം ജ്ഞാനമുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ, അതായത് ആധ്യാത്മികമായിട്ടുള്ളൊരു വിവേകമുണ്ടെങ്കിൽ ഇതിലൊന്നും അടിപിടി കൂടാനോ ആർഗ്യുമെൻറ്റ് ചെയ്യാനോ ഇതാണ് ശരി ഇതാണ് തെറ്റി എന്നൊന്നും പറയാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ജ്യോതിഷത്തിലും പലതരത്തിലുള്ള അയനാംശം എടുക്കുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള രീതികൾ ഫോളോ ചെയ്യുന്നുണ്ട്.
അൾട്ടിമേറ്റ്ലി എല്ലാം നമ്മുടെ കോൺഷ്യസ്നസ് വർദ്ധിപ്പിക്കാനാണ്. നമുക്ക് എത്രമാത്രം ചേതനയുണ്ട്, നമ്മുടെ ആ ചേതനയുടെ സ്ഥലം ഉയർത്താനാണ് നമ്മളിൽ. അതായത് അതിനു വേണ്ടിയാണ് വിഗ്രഹാരാധനയും ഭക്തിയും പലതരം റിച്വൽസ് നമ്മൾ ചെയ്യുന്നതും. നമുക്ക് അവസാനം ഒരു ഘട്ടമാകുമ്പോൾ നമുക്കറിയാൻ തുടങ്ങും ഈ ചൈതന്യം, ഈ ശക്തി എൻ്റെ ഉള്ളിലുണ്ട് എന്നത്. അതുമാത്രമല്ല, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലും ഉണ്ട്. പിന്നെ പ്രാരാബ്ധം എന്നൊരു കാര്യത്തെ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് വളരെ പുരോഗതി ഉണ്ടാകും. ചിലർക്ക് ഇത്തരം കാര്യങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കുറച്ച് വിഷമമായിരിക്കും. കാര്യം മനസ്സിലായെങ്കിലും പൂർണിമ വന്നു കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു മാസമുണ്ട്, അമാവാസി കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു മാസമുണ്ട്. അങ്ങനെ ലോജിക്കലി മനസ്സിലാക്കുമെങ്കിലും പിന്നെയും സംശയം ബാക്കിയുള്ളവരുണ്ടാകും. അപ്പോൾ നമുക്ക് ആരാധനകളിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഹിന്ദു കലണ്ടറിൻ്റെ കാര്യമാണ്. അപ്പോൾ ദേവി ആരാധനയ്ക്ക് നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും നമുക്ക് ഉപയോഗിക്കാം. ഒരു ശാരദീയ നവരാത്രി അല്ലാതെ മറ്റു നവരാത്രികളും ആഘോഷിച്ചു കഴിഞ്ഞാൽ, അതായത് ദേവിയെ അപ്രോച്ച് ചെയ്യാനുള്ള അവസരം ഈ ഒരു പ്രപഞ്ചം നമുക്ക് തരികയാണ്. കലണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു സമയത്തെ, കാലത്തെയാണ് കാണിക്കുന്നത്. ആ കാലത്തെ കാണിക്കുകയാണ്. അപ്പോൾ ദേവിയെ ആരാധിക്കാനുള്ള പ്രത്യേക സമയങ്ങൾ വർഷത്തിൽ പല സമയങ്ങളിലായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശാരദീയ നവരാത്രിയുണ്ട്, മാഘ നവരാത്രിയുണ്ട്, ചൈത്ര നവരാത്രിയുണ്ട്, ആഷാഢ നവരാത്രിയുണ്ട്. ഇതിൽ ആഷാഢ നവരാത്രിയും മാഘ നവരാത്രിയുമാണ് കുറച്ചുകൂടി ഗുപ്തമായിട്ടുള്ളത്. അത് പൊതുവെ ദേവിയെ തന്ത്രസാധനകളൊക്കെ പഠിക്കുന്നവരും തന്ത്രസാധനകൾ ചെയ്യുന്നവരും ഒക്കെയാണ് കൂടുതൽ അത് ഉപയോഗിക്കുന്നത്. വളരെ ഗുപ്തമായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം 2004 തൊട്ട് മുടങ്ങാതെ ഞാൻ നവരാത്രി വ്രതങ്ങൾ എടുക്കുന്നുണ്ട്. അത് മുടങ്ങിപ്പോയത് ഡെലിവറിയുടെ സമയത്താണ്. ഇഷ്ടിക്കാറുണ്ട്, അത് മിസ് ചെയ്യാറില്ല. അപ്പോൾ ശരിക്കും ചെറിയ പ്രായത്തിൽ നമുക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടും വ്രതമെടുക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ഒരു ചേതന പോലെ ഇരിക്കും. നമുക്ക് ജോലിക്കും എല്ലാത്തിനും പോകാൻ പറ്റും. കാരണം നമ്മൾക്ക് ആ ഒരു അവയർനെസ്സാണ് ദേവിയോടുള്ള നമ്മുടെ സമർപ്പണം. എന്ത് ചെയ്യാൻ പറ്റും നമ്മളെക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് നമുക്ക് ദേവീ ദേവതമാരെ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തൊക്കെ പോരായ്മ നമുക്ക് കുറവുകൾ ലൈഫിൽ ഉണ്ടെങ്കിലും ഉള്ളതിന് നന്ദി പറയണം. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. സാലറി കുറവാണെങ്കിലും ഒരു ജോലിയുണ്ട്, അതിന് നന്ദി പറയണം. ആരോഗ്യം ഒരുപക്ഷെ കുറവായിരിക്കും, രോഗങ്ങളുണ്ടാകും, എന്നാലും എണീറ്റ് നടക്കാൻ പറ്റുന്നതിന് നന്ദി പറയണം ദേവിയോട്. ശക്തി തരുന്നതിനും നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നതിനും പരാശ്രയമില്ലാതെ ഇരിക്കാൻ കഴിയുന്നതിനും നന്ദി പറയണം. അതായത് ഉള്ളതിനെല്ലാം നന്ദി പറയണം. കൂടെ ഒരു സപ്പോർട്ടിന്, ഒന്ന് വിളിക്കാൻ, ഒന്ന് സംസാരിക്കാൻ ആൾക്കാരുണ്ട്. എന്തുമായിക്കോട്ടെ അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, പക്ഷെ ഉണ്ട് ആരെങ്കിലുമായിട്ടും. അതുപോലെ താമസിക്കാൻ ഒരു വീട്, വാടകയ്ക്കായിക്കോട്ടെ, പക്ഷെ ഒരു സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഉള്ളതിനെല്ലാം നന്ദി പറയണം നമ്മൾ. അപ്പോൾ കൂടുതൽ നന്ദി പറയാനുള്ള അവസരം ദേവി കൊണ്ടുതരും. ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞു, ദേവി ആരാധകർ എവിടെയുണ്ടോ അവിടെ ഐശ്വര്യമുണ്ട്. നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നത് ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആരാധനയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അതായത് വർഷത്തിൽ 4 തവണ വരുമ്പോൾ, അപ്പോൾ ഒരു 3 മാസം ഗ്യാപ്പിൽ തന്നെ നമുക്കിത് കിട്ടും, നവരാത്രി വ്രതം എടുക്കുക എന്നത്. അപ്പോൾ കുറേയൊക്കെ ചിട്ടകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പുതുതായി തുടങ്ങുന്നവരാണെങ്കിലും നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. ദേവി കോപിക്കുമെന്നോ ശപിക്കുമെന്നോ നമുക്ക് തെറ്റുപറ്റി അതിൽ ശിക്ഷ കിട്ടുമെന്നോ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കളയുക. നമ്മളിലെ സ്നേഹം, ദേവിയോടുള്ള സമർപ്പണം ദേവി കാണുന്നുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമ്മുടെ അനേകം ജന്മങ്ങളിലെ പുണ്യപാപ കർമ്മങ്ങൾ അത് ദേവിക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രയത്നം എന്നത്, അതായത് കുറ്റബോധം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഞാനോ എൻ്റെ പിതൃക്കളോ അനേകം ജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങൾ എന്താണെന്ന് അത് നമുക്കറിയില്ല, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ക്ഷമിച്ചു തരണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ, ഈ ഉപവാസങ്ങൾ, ഈ വ്രതങ്ങൾ അത് ദേവി കാണുന്നുണ്ട്. അപ്പോൾ കരുണാമയിയാണ്, സദാർദ്ര ചിത്തയാണ് ദേവി. അപ്പോൾ തീർച്ചയായിട്ടും കരുണയുണ്ടാകും. അപ്പോൾ നമ്മളതുകൊണ്ട് ഭയം വേണ്ട. അപ്പോൾ നവരാത്രി വ്രതങ്ങൾ, ഈ 9 ദിവസം എന്നത്, ഈ 4 നവരാത്രികളിലും 9 ദിവസം നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ വ്രതമെടുക്കുക. ഓരോരുത്തരും അവരവരുടെ ആരോഗ്യം, അവരവരുടെ ഒരു സാഹചര്യം അതിനനുസരിച്ചിട്ട് എടുക്കുക. ഒന്നും വലിയ എക്സ്ട്രീം ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് കഴിയുന്നവരാണെങ്കിൽ മാത്രം അത് ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 ദിവസവും എനിക്ക് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ഇരിക്കാൻ പറ്റും, ജോലിക്ക് പോകാൻ പറ്റും, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും, അങ്ങനെ കഴിയുമെങ്കിൽ ഓക്കെയാണ്.
പക്ഷെ ആ സങ്കല്പം നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബോധം വേണം. സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തും തുടങ്ങുന്നതിന് മുന്നേ നമ്മളതിനെപ്പറ്റി ഒരു ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, ഇത് ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നത്. അപ്പോൾ നമ്മുടെ ഒരു കഴിവിനനുസരിച്ചിട്ട്, അതുകൊണ്ട് ഈ വരുന്ന ചൈത്ര നവരാത്രി നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന തരത്തിലുള്ളൊരു സങ്കല്പം എടുക്കാം. ഞാൻ ഈ നവരാത്രി ഒരു നേരം നല്ല രീതിയിൽ അരിയാഹാരം കഴിച്ചിട്ട്, അതായത് വയറ് നിറച്ചും അരിയാഹാരം കഴിച്ചിട്ട് ബാക്കി 2 നേരവും ഫ്രൂട്ട്സോ പാലോ ഒക്കെ കഴിച്ചിട്ട് അങ്ങനെയുള്ളൊരു വ്രതം 9 ദിവസം അനുഷ്ഠിക്കുന്നതാണ്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഈ സമയങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിലത് പാകം ചെയ്യില്ല. ഇനി അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും വേണമെന്ന് വീട്ടിൽ ആൾക്കാർക്കുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ, നമ്മളതിന് ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. അതിനുള്ള സമയം കണ്ടെത്തണം. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ എണീക്കുക, നേരത്തെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ കുറച്ച് സംഘർഷങ്ങൾ എന്തായാലും ഉണ്ടാകും. കുറേ ആൾക്കാർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെ മാനേജ് ചെയ്യുക എന്നാണ്. പക്ഷേ ഈ ഒരു ആഹാരത്തിൻ്റെ കാര്യം, വ്രതം എന്നത് 9 ദിവസം ജോലിക്കൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെയുള്ള അമ്മമാരാണെങ്കിലും അതുപോലെ ചില വിദ്യാർത്ഥിനികൾക്കും കുട്ടികൾക്കും ഒക്കെ നല്ല താല്പര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും എൻ്റെ മോളൊക്കെ 7ാം ക്ലാസ് തൊട്ടേ കഠിനവ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ടുപോയിരുന്നത്. അതാരും പറഞ്ഞിട്ടല്ല, സ്വന്തം എടുത്തതാണ്. അതിന് അവർക്ക് കഴിയുന്നു, അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഇതുപോലെ താല്പര്യം എടുക്കുമ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണോ കഴിക്കുന്നത്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുക. കാഷ്യൂനട്ട് ആയാലും ഡേറ്റ്സ് ആയാലും ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സും മറ്റ് ഫ്രൂട്ട്സും കൊടുക്കുക. അതായത് അവരുടെ ന്യൂട്രീഷൻ കാര്യങ്ങൾക്കൊന്നും കുറവ് വരുത്തരുത്. പശുവിൻ പാൽ കാച്ചി കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും കുട്ടികൾ ഇത് താല്പര്യം എടുക്കുമ്പോൾ. പക്ഷെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടി നിങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാം, ഇങ്ങനെ ഒരു അമ്മ ഇങ്ങനെ ഒരു വ്രതം എടുക്കാൻ പോകുന്നുണ്ട്, മോൾക്കും അല്ലെങ്കിൽ മോനും ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം, ഇങ്ങനെയൊക്കെയാണ് ആഹാര രീതികൾ, ഇത് കഴിയുമോ എന്ന് ചോദിക്കുക. ശരിക്കും നമുക്ക് ഫ്രൂട്ട്സ് കൊണ്ടും വയറ് നിറയുന്നതാണ്. എനർജി ശരിക്കും ആ ദിവസങ്ങളിൽ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. അതാണ് ഒരു കാര്യം. ആ 9 ദിവസവും നമുക്ക് മറ്റ് ദിവസങ്ങളെ പോലെ അല്ല, നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് വിശക്കില്ല. നമ്മൾ വെറും ഫ്രൂട്ട്സിലിരുന്നാലും നമുക്ക് കൊതിയും ഉണ്ടാവില്ല ഒന്നിനോടും. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ചെറുപ്രായത്തിലൊക്കെ നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെയും മറ്റുള്ളവരൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കും എന്ന് തോന്നുമെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതാണ് ആ ഒരു ശക്തി എന്നത്. അപ്പോൾ ഇത് ഒന്ന് ആഹാരത്തിൻ്റെ കാര്യമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ രാത്രിയിലെ ആഹാരം എന്നത് സന്ധ്യയ്ക്ക് മുന്നേ, സൂര്യാസ്തമയത്തിന് മുന്നേ കഴിച്ചു തീർക്കുക. നിങ്ങൾ ഹെവി ആയിട്ടുള്ള ആഹാരം, അതായത് പകല് ഫ്രൂട്ട്സിലും പാലിലൊക്കെ ആയിരുന്നു നിങ്ങൾ ഹെവി ആയിട്ടുള്ള ആഹാരം ഉറങ്ങുന്നതിന് മുന്നേ ആണ് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് സൂര്യാസ്തമയത്തിന് മുന്നേ കഴിക്കുക. സൂര്യാസ്തമയത്തിന് ശേഷം ഹെവി ആയിട്ടുള്ളതൊന്നും കഴിക്കരുത്. നേരത്തെ എണീക്കാൻ നോക്കുക എന്നത് മുഖ്യമാണിതിൽ. നേരത്തെ ഉണരുകയും ചെയ്യും. നമ്മളൊരു സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ദേവിയും നോക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മളെ വിളിച്ചെണീപ്പിക്കുകയും ചെയ്യും. അതൊന്നാണ്. പിന്നെ നിങ്ങൾ എന്ത് സ്തോത്രമാണ് വായിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തിനനുസരിച്ചിട്ട് അത് ആക്റ്റീവ് ആവുന്നതുമാണ്. നിങ്ങൾ ഒരു 3-4 നവരാത്രി എടുക്കുമ്പോഴത്തേക്കും, ഒരുപക്ഷെ ചിലരൊക്കെ ഈ ചൈത്ര നവരാത്രി ആദ്യമായിട്ട് തുടങ്ങുന്നവരായിരിക്കും. പക്ഷെ അവരൊരു ആഷാഢ നവരാത്രി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഉള്ളിൽ തന്നെ പ്രചോദനം വരും, ഇന്ന് ദേവിയുടെ അടുത്തേക്ക് പോകണം, ഇന്ന് ദേവിയുടെ അഷ്ടോത്തരനാമം ഇനി അടുത്തതിൽ വായിക്കാൻ തുടങ്ങണം. അതുപോലെ ഒരു പെർട്ടിക്കുലർ അഷ്ടോത്തരം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ആണ് ഇത്തവണ വായിച്ചിരുന്നെങ്കിൽ അയ്യോ ഞാൻ ദിവസവും 2 തവണയേ വായിച്ചുള്ളൂ, ഇനി 11 തവണയായിട്ട് വായിക്കണം ഒരു ദിവസം. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അത് വർദ്ധിപ്പിക്കാൻ തോന്നും. അതായത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കൂടും. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കഴിയുന്നത് പോലെ 9 ദിവസവും ലളിതാ സഹസ്രനാമം ആണ് വായിക്കാൻ വിചാരിക്കുന്നതെങ്കിൽ അത് എത്ര തവണ എന്നുള്ളത് ആദ്യം തന്നെ സങ്കല്പം എടുക്കുക. അതാണ് വ്രതങ്ങളുടെ ഒരു കാര്യം എന്നത്. നമ്മൾ ആദ്യം സങ്കല്പം എടുത്തിരിക്കണം. അതായത് മാർച്ച് 30-നാണെങ്കിൽ നമ്മൾ 29-ന് നമ്മൾ മനസ്സിലെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് മാർച്ച് 30-ാം തീയതി രാവിലത്തെ പൂജ സമയത്ത്, ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ 9 ദിവസവും ഞാൻ ലളിതാ സഹസ്രനാമം ഇത്ര തവണ ഇന്ന സമയത്ത്, ആ സമയത്തിനും പ്രാധാന്യമുണ്ട്, ചൊല്ലുന്നതാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 9 തവണ വായിക്കണം എന്നുണ്ടെന്ന് വിചാരിക്കാം. ഒന്നുകിൽ കാളി അഷ്ടോത്തര ശതനാമാവലി ആണെങ്കിലും അല്ലെങ്കിൽ ഭദ്രകാളി പത്താണെങ്കിലും, എന്താണ് നിങ്ങളുടെ ഒരു ഇഷ്ടം അത് നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രാവിലെ അത് പറ്റില്ല, ജോലിക്ക് പോകണം, കുട്ടികളുടെ ബസ് വരും, ഹസ്ബൻഡിനെ പറഞ്ഞയക്കണം, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അതുപോലെ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അടുക്കളയിൽ ഭാര്യ ഒറ്റയ്ക്കാണ്, അപ്പോൾ പറ്റില്ല. അത് ചിലപ്പോൾ ചില സമയങ്ങളിൽ എണീക്കാൻ വൈകിപ്പോയാൽ അതും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇതിന് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഒന്നാമത് എല്ലാവരും രാത്രി സമയത്ത് ഫ്രീ ആണ്.
ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും എല്ലാത്തിനും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സങ്കല്പം എടുക്കുമ്പോൾ ആദ്യം തന്നെ പറയാം, രാവിലെ ഇത്ര തവണ ഞാൻ വായിക്കാം, അതുപോലെ ഉറങ്ങുന്നതിന് മുന്നേ ഇത്ര തവണ വായിക്കാം. സന്ധ്യയ്ക്കും ഇന്നത്തെ ഒരു ജോലി സാഹചര്യം അനുസരിച്ചിട്ടൊക്കെ പലർക്കും സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യുക. അത് ചെയ്തിരിക്കണം. അതൊന്നാണ്. നിങ്ങൾക്ക് അസുഖമോ മറ്റോ എന്തെങ്കിലും കാര്യം വന്നിട്ട് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയാലും നിങ്ങൾക്കത് ഒരു വലിയൊരു ദുഃഖമായിട്ടോ കുറ്റബോധമായിട്ടോ ഒന്നും വരേണ്ടതില്ല. നിങ്ങൾ എത്രയാണ് മുടങ്ങിപ്പോയതെന്ന് വെച്ചാൽ അത് പിന്നീട് കവർ ചെയ്യുക. നവരാത്രി കഴിഞ്ഞിട്ടാണെങ്കിലും അത് തീർക്കുക. പറഞ്ഞ വാക്ക് പാലിക്കുക. ക്ഷമാപണം നടത്തുക. ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് അസുഖം വന്നിരുന്നു, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യമാണെങ്കിലും. കാരണം ഞാൻ പറഞ്ഞു, അമ്മയാണ്, ദേവിയാണ്. നമ്മുടെ ആ ഒരു എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് അത് പരീക്ഷിക്കുകയാണ്. പലതും വരും. അതുപോലെ നമ്മുടെ സാധന, നമ്മൾ ഈ ഒരു സങ്കല്പം എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും നമുക്ക് ഒരു അഷ്ടമിയൊക്കെ ആകുമ്പോഴത്തേക്കും 7-8 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വയ്യായിക വരും. സാധന ഫലിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അർത്ഥം തന്നെ നമുക്കൊരു വയ്യായിക വരും എന്നാണ്. തലക്കനം വരിക, കുറച്ച് തലവേദന വരിക, കാൽമുട്ടുകൾ വേദനിക്കുക. അതായത് ശരിക്കും അത് ആ ശക്തി നമുക്ക് ദേവിയുടെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതുപോലെ നമുക്കൊരു വയ്യായിക ഉണ്ടാവും. മാത്രമല്ല മറ്റൊരു തരത്തിൽ അത് പരീക്ഷണവുമാണ്, ഇത് ഉപേക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മുടെ പ്രാരാബ്ധം വളരെ ഹെവി ആണെങ്കിൽ കുടുംബത്തിൽ 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഭദ്രകാളിയെ ആരാധിക്കുന്നവർ, അതെടുത്തു പറയാം. സോഫ്റ്റായിട്ടുള്ള ദേവീ രൂപങ്ങളെയല്ല. ഭഗവതിയെ, ഭദ്രകാളിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, അമ്മയെ കാളിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാളി സഹസ്രനാമം, ഭഗവതിയുടെ അഷ്ടോത്തരം ഒക്കെ ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുകയാണ്, വീട്ടമ്മയാണെന്ന് വിചാരിക്കുക. അപ്പോൾ വിചാരിക്കുകയാണ് ഞാൻ 51 തവണ ഒരു ദിവസം വായിക്കും, അല്ലെങ്കിൽ 21 തവണ വായിക്കും. അങ്ങനെ നിഷ്ഠയോടുകൂടി രാവിലെ 3 മണിക്കൊക്കെ എണീച്ചിട്ട് വായിക്കുമ്പോൾ ശരിക്കും വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകും. അത് ദേവിയുടെ പ്രസൻസാണ്. ദേവിയുടെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഫിയേഴ്സാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാധാരണ ആൾക്കാർ കാളി ആരാധന വീട്ടിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു അനുമതി ഇല്ല. കാരണം വീട്ടിലൊരു ചെറിയൊരു അപ്സെറ്റ് വന്നേക്കാം. അത് പക്ഷെ നമ്മുടെ എനർജിക്ക് അനുസരിച്ചിട്ടാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇതെൻ്റെ പ്രാരാബ്ധമാണ്, അതങ്ങനെ പോകുന്നതാണ്, അല്ലാതെ ദേവിയുടെ കോപമൊന്നുമല്ല, എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും വരില്ല എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവതിയെ ആരാധിക്കാവുന്നതാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ സങ്കല്പം എടുത്തിട്ട് ഞാൻ 21 തവണ ഇന്നത് ചൊല്ലും, ഇന്നത് വായിക്കുന്നു പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസം കൂടാതെ നിങ്ങളെ പ്രത്യേകിച്ച് ഇൻസൾട്ടും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇത്ര കാലം അമ്പലത്തിൽ പോകുന്നത് കൂടാതെ, അല്ലെങ്കിൽ ഒരു നവരാത്രി തന്നെ ഇവളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ ഇതും കൂടി തുടങ്ങി, ഇനിയിപ്പോൾ വർഷത്തിൽ 4 തവണ ഇത് എപ്പോഴും ഈ പുസ്തകവും പിടിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉള്ള ഇതൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരാം. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. പക്ഷേ ഒക്കെ പരീക്ഷണങ്ങളാണ്. നമ്മൾ എത്രമാത്രം ശാന്തമായിട്ടിരിക്കുന്നു. അതുപോലെ ഇങ്ങനെ പറയുന്ന പുറമേയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കുക, കണ്ണടയ്ക്കുക അവരുടെ മുന്നിൽ. ശരിക്കും ആരെങ്കിലും എന്ത് പറഞ്ഞാലും നമ്മൾ മനസ്സിൽ ഭഗവതിയെ ഓർമ്മിക്കുക. നമ്മുടെ പ്രാരാബ്ധമാണ്. നമ്മുടെ മുന്നിലിരുന്ന് ഒരു വ്യക്തി, ഏത് വ്യക്തിയും നമ്മുടെ മുഖത്തേക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എന്താണെങ്കിലും അത് നമ്മുടെ പ്രാരാബ്ധമാണ് അവരിലൂടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവിടെ തീർന്നിരിക്കുന്നു. പിന്നെ ഇവിടെ ഈ ഒരു വളരെ പെട്ടെന്നാണ് ദേവി ആരാധനയിൽ, വളരെ പെട്ടെന്നാണ് പ്രാരാബ്ധങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അത് രോഗമായിട്ടും വഴക്കായിട്ടും വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടും ഒക്കെ വരും. അതിനെ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ 9 ദിവസത്തേക്ക് ഇങ്ങനെ 4 നവരാത്രികൾ എടുക്കുന്നത് കൊണ്ടൊന്നും വീട്ടിൽ കലഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മുടെ പ്രാരാബ്ധത്തിനനുസരിച്ചിട്ട്, ഒരു പക്ഷെ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ചൊവ്വയുടെ മഹാദശയാണ്, ചൊവ്വ 12ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ 6ാം ഭാവം അല്ലെങ്കിൽ 12ാം ഭാവം എന്നത് ശുക്രൻ്റെ രാശിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ശുക്രനെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു, കാരണം ദേവി ആരാധനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൊവ്വയുടെ എനർജി അവിടെ ഒന്ന് നമുക്ക് കാണുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പോൾ ഒന്നുകിൽ നമുക്ക് അസുഖം വരിക, വീട്ടിലെന്തെങ്കിലും കലഹം വരിക, ഇത് വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു ആക്ടിവേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ സമയം കഴിഞ്ഞാൽ അതൊരു ശരിക്കും നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കുന്ന പോലെ ആയിരിക്കും. അതങ്ങനെ പാടേ പോകും. മാത്രമല്ല നമ്മളോട് വഴക്കിടാൻ വന്ന ഈ വ്യക്തി വീട്ടുകാർ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവിടെയും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒന്നും ഒരു മായയായിരുന്നു എന്ന്. അന്ന് എന്തൊക്കെയായിരുന്നു നടന്നത്, അന്ന് എന്തൊക്കെയായിരുന്നു മകളുമായിട്ട് അല്ലെങ്കിൽ മകനുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായത്. ഇപ്പോൾ ഒന്നും പ്രശ്നമില്ലല്ലോ, കാരണം അത് അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുന്നു. അല്ലാതെ അവരെല്ലാവരും നമ്മുടെ ശത്രുക്കളായി മാറും എന്നല്ല പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുക. അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞത്, ദശാകാലം എന്നത് മുഖ്യമാണ്. കാരണം ആ ദശാകാലത്തിൽ ആ ദശാനാഥനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ,
ഇപ്പോൾ ധനു ലഗ്നക്കാരൻ അല്ലെങ്കിൽ ധനുരാശിക്കാരൻ 12ാം ഭാവാധിപനായിട്ടുള്ള 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയുടെ ദശയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ആരാധന തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഭദ്രകാളി, ഞാൻ ഭദ്രകാളി 10 ഒരു ദിവസം 51 തവണ വായിക്കാൻ പോവാണ് എന്ന് പ്രതിജ്ഞ എടുക്കുമ്പോൾ ഒരു പക്ഷേ ഉറങ്ങാൻ പറ്റാതെ വരും, ഉറക്കക്കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെ നമ്മളോട് ആർഗ്യുമെൻറ്റ്സിന് ആൾക്കാർ വന്നു ചേരുക, ഗോചരം കൂടി അതുപോലെ വരുമ്പോൾ ഇത്തരം സാധ്യതകളുണ്ട് എന്നാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക, അത് നിലനിൽക്കില്ല, എന്നേക്കുമായി നിലനിൽക്കില്ല. ചില ആൾക്കാർ ആ സമയത്ത് കൺസൾട്ടേഷനൊക്കെ എടുക്കുമ്പോഴും പറയും ഡിവോഴ്സ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, എപ്പോഴും വഴക്കാണ്, ഈ ബന്ധം വേണ്ടാന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതൊരു നിങ്ങളുടെ ബന്ധത്തിലെ വലിയൊരു പ്രാരാബ്ധം എന്നത് അവിടെ കഴിഞ്ഞു പോവുകയാണ്. അത് ക്ലിയർ ചെയ്യുകയാണ് ദേവി. നിങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കാലഘട്ടത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. അതിനെ മനസ്സിലാക്കുക. അതല്ലാതെ നിങ്ങൾ നിരന്തരം ഇതുപോലെ 3-4 വർഷമായിട്ട് ഇങ്ങനെയുള്ള 4 നവരാത്രികളും അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത ആൾക്കാർ, നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആൾക്കാരെയും ദേവി തന്നെ നീക്കിക്കളയുന്നതുമായിരിക്കും. അതായത് ചില സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ പോകാനേ അനുവദിക്കില്ല. ഇന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് നീ പോകണ്ട, അതായത് ദേവി ഒരിക്കലും അവിടേക്ക് അനുവദിക്കില്ല. നമ്മുടെ മനസ്സും ഉണ്ടാവില്ല. ഇനി അഥവാ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താലും അവിടേക്ക് എത്തില്ല നമ്മൾ. അപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ അത് ക്യാൻസലാക്കേണ്ടി വരും. അതായത് അത് നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക്, കൂടാതെ നിങ്ങളുടെ മനസ്സമാധാനം എന്ന് ദേവി ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് പറഞ്ഞേക്കില്ല, അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്ക്. നിങ്ങളുടെ വീട്ടിലേക്കും വരില്ല. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ വ്യക്തി എപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലാകെ കൂടി ഒരു എന്താ പറയുക, കോലാഹലമാണ്, ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇതാണ്, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലേക്കും വരില്ല. അപ്പോൾ കുറേ പ്രൊട്ടക്ഷനാണ്. പക്ഷെ ഇത് ചെയ്ത് നോക്കുന്നവർക്കേ അറിയുള്ളൂ. ഈ ഒരു 4 നവരാത്രികൾ നമുക്ക് അനുഷ്ഠിക്കാൻ കുറച്ച് പ്രയാസം വരും, തടസ്സം വരും. പിന്നെ ഒരു ചോദ്യം എന്നത് പീരീഡ്സ് ഉള്ള പെൺകുട്ടികളുടെ കാര്യമാണ്, സ്ത്രീകളുടെ കാര്യമാണ്. പീരീഡ്സ് വന്നാലും നിങ്ങൾ ഒരു വ്രതം എടുത്താൽ ആ ഒരു ആഹാര രീതി മുടക്കണ്ട. നിങ്ങളെടുത്ത സങ്കല്പം 11 തവണ ലളിതാ സഹസ്രനാമം ഒരു ദിവസം വായിക്കാം എന്ന ഒരു സങ്കല്പമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് പീരീഡ്സ് ആയ സമയത്ത് വായിക്കാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ല, നിങ്ങൾ വായിക്കുന്നില്ല. അതുപോലെ ഭദ്രകാളിയുടെ അഷ്ടോത്തരം നിങ്ങൾ ചൊല്ലുന്നില്ല. അപ്പോൾ ആ ഒരു 5 ദിവസം 4 ദിവസം എങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തരും ഓരോന്നാണ് ഫോളോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 ദിവസം. അപ്പോൾ ആ ദിവസങ്ങളിൽ ഒഴിച്ചിട്ട് ഒരു 4 ദിവസം ഗ്യാപ്പ് പിടിച്ചാലും അതൊഴിച്ചിട്ട് ബാക്കിയത് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഈ നവരാത്രി കഴിഞ്ഞാലുള്ള ദിവസം എത്ര നിങ്ങൾ മിസ്സാക്കി അതും വായിച്ച് തീർക്കുക. ഇതേപോലെ അനുഷ്ഠിച്ചിട്ട് അത് വായിച്ച് തീർക്കുക. അപ്പോൾ നമ്മളതിനൊരു ജോലിയായിട്ട് എടുക്കരുത്. അയ്യോ ഇതെന്തൊരു ബാധ്യതയാണ്, ഇങ്ങനെ ഒന്നുള്ളത് കാരണം അത് മുടങ്ങിപ്പോയല്ലോ. അതുമാത്രമല്ല, പീരീഡ്സ് വന്നില്ലേ, ഇനി ആഹാരം നിയന്ത്രണം വേണ്ട, ഇനി വ്രതം മുടങ്ങി, അത് പാടില്ല. ആ ആഹാരശീലം എന്താണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്? ഒരു നേരം മരിയാഹാരം എന്നുള്ളൊരിതാണോ? അത് ചില ആൾക്കാരാണെങ്കിൽ രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പിന്നെ രാത്രി ഒന്നും കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ആ ഒരു രീതിയാണോ? പക്ഷെ ആ രീതി നിങ്ങൾ 9 ദിവസവും ഫോളോ ചെയ്യുക. ദശമി ദിവസം അമ്പലത്തിൽ പോയി വന്നിട്ട് നിങ്ങൾക്ക് ആഹാരം കഴിക്കാവുന്നതാണ്. ഇത് ഭദ്രകാളിയുടെ ആരാധകരാണെങ്കിൽ, അമ്മ കാളിയുടെ ആരാധകരാണെങ്കിൽ, അതുപോലെ നിങ്ങൾ ഇതുവരെ അനുഷ്ഠിച്ചിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സങ്കല്പമൊക്കെ എടുത്ത് ചെയ്യുന്നതെങ്കിൽ അമ്മയുടെ വക പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. ഭദ്രകാളി വളരെയധികം പവർഫുള്ളാണ്, അത്ര തന്നെ ചേർത്ത് പിടിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ദേവിയുമാണ്. അപ്പോൾ ആ പരീക്ഷണങ്ങളെ അതുപോലെ കാണുക, അമ്മയോട് തന്നെ പ്രൊട്ടക്ഷൻ അപേക്ഷിക്കുക. നമുക്കൊന്നും അറിയില്ല, നമുക്ക് പേടിയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അപേക്ഷിക്കുക. മറ്റൊന്ന്, ചില ആൾക്കാരുടെ ജാതകപ്രകാരം നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അപ്പോൾ ഇത്തരം വ്രതങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരും വളരെയധികം നമ്മളോട് അട്രാക്റ്റഡ് ആവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് ദൈവികമായിട്ടുള്ള ശക്തിയല്ല എനിക്ക് ഈ ഒരു ഭയം തരുന്നത്, ഇത് യോഗിനിമാരോ ഒന്നുമല്ല, ഇതെന്തോ നെഗറ്റീവാണ്, അതുപോലെ അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതിന് സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് നെഗറ്റീവായ ദശാകാലങ്ങൾ, ജാതകം വളരെ നെഗറ്റീവാണെങ്കിലും ഒക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പതിയെ ഒരു 3-4 വർഷമൊക്കെ നിങ്ങൾ ദേവിയെ ആരാധിക്കുമ്പോൾ ചിലർക്കൊക്കെ വളരെ പെട്ടെന്നും ഒരു വർഷം തന്നെ 4 നവരാത്രികൾ വളരെ കഠിനമായിട്ട് വ്രതമെടുത്ത് അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസിൽ നിന്ന് നിങ്ങൾക്ക് മോചിതരാകാൻ കഴിയും. അതുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹനുമാൻജിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. വളരെയധികം നല്ല രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ്. പരമവൈഷ്ണവനാണ്, ശ്രീവിദ്യ ഉപാസകനാണ്, അഷ്ടസിദ്ധി നവനിധിയും ഉള്ള ആളാണ്. അതുപോലെ മാതാ സീത തന്നെയാണ് അനുഗ്രഹം കൊടുത്തതും. സീതാദേവി എന്ന് പറഞ്ഞാൽ ദേവിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദേവിയുടെ ദാസൻ,
ഉപാസകനാണ് ഹനുമാൻജി. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ ഇഷ്ടവും ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നവരെയാണ്. അതുകൊണ്ട് നമുക്ക് ദേവി ഭക്തരാണെങ്കിലും നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള ഭയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ, ആരോടും പറയാനും പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിലും ഹനുമാൻജി ആരാധിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഭയം വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അടുത്ത് ഹനുമാൻജിയുടെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹനുമാൻജി ഉപദേവതയായിട്ടുള്ള അമ്പലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഭഗവാന് വെറ്റില മാല സമർപ്പിക്കാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസമൊക്കെ. എന്താണ് നിങ്ങളുടെ ആ ക്ഷേത്രത്തിലെ ഒരു വഴിപാടുകൾ എന്നത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നെയ്വിളക്ക് കഴിപ്പിക്കുക, ഭഗവാനോട് അപേക്ഷിക്കുക. മാത്രമല്ല ഹനുമാൻ ചാലിസ, അത് ഒരു സജഷനാണ്. ഞാൻ പൊതുവേ കൺസൾട്ടേഷൻ സമയത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നൊരു സജഷനുമാണ്. എന്ത് ഉപാസന ചെയ്യുമ്പോഴും നിങ്ങൾ ഹനുമാൻ ചാലിസ ഒരു തവണയെങ്കിലും വായിക്കുക. നിങ്ങൾക്കത് വായിക്കാവുന്ന ഒരു ശീലമില്ലെങ്കിൽ, നിങ്ങൾക്കത് വായിക്കാൻ അറിയില്ലെങ്കിൽ, പുതിയതായിട്ട് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്, അത് കേൾക്കുക. ഉറങ്ങുന്നതിന് മുന്നേ എങ്കിലും അത് കേൾക്കുക. അത് എന്നിട്ട് രക്ഷിക്കാൻ പറയുക. പിന്നെ എന്ത് സങ്കല്പം എടുക്കുമ്പോഴും ആദ്യം നിങ്ങളുടെ കുലദൈവങ്ങളെ വിളിച്ച് അപേക്ഷിക്കുക. ഞാനിങ്ങനെ ഒരു സങ്കല്പം എടുക്കുകയാണ്, ഇങ്ങനെ ഒരു ആരാധന ചെയ്യുകയാണ്, ശക്തി തരണം, ഞങ്ങളെ എൻ്റെ കൂടെ ഉണ്ടാകണം, നേർവഴി കാണിക്കണം. കുലദൈവങ്ങളെ എപ്പോഴും, നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും കുലദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തെ ഗ്രാമദേവത, സ്ഥാനദേവതയൊക്കെ ഒന്ന് മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെയൊന്നും പേരറിയണമെന്നുമില്ല, ഇങ്ങനെ പറഞ്ഞാലും മതി. ഗ്രാമദേവത, കുലദേവത, സ്ഥാനദേവത, ഇങ്ങനെ. അതിൽ ഏറ്റവും ആദ്യം നമ്മുടെ കുലദേവതയാണ്. വിളിച്ച് അപേക്ഷിക്കുക. ഇതിൽ തന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്. അച്ഛൻ്റെയാണോ അമ്മയുടേതാണോ? ഇത് വെവ്വേറെയൊന്നുമല്ല. നമ്മൾ അച്ഛനും അമ്മയിൽ നിന്നും ഉണ്ടായവരാണ്. അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കുലദൈവങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളുടെ ചോയ്സിലുള്ള ശതനാമാവലികൾ എടുത്ത് വായിക്കാവുന്നതാണ്. ഇനി വിഷമമാണെങ്കിൽ ആദ്യം ഒരു തവണ മാത്രം ചൊല്ലിയിട്ട്, പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ എന്ത് ജപിച്ചു കഴിഞ്ഞാലും, അതായത് സ്തോത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയം കണ്ണടച്ചിട്ട് ഏത് ദേവതയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, മനസ്സിൽ വിചാരിക്കുന്നത്, അവരുടെ ഒരു രൂപം, ആ ദേവിയുടെ ഒരു രൂപം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുക. കണ്ണുമടച്ചിട്ട് ആ ചിത്രത്തെ, ആ രൂപത്തെ നമ്മൾ ധ്യാനിക്കുക. അങ്ങനെ നിങ്ങൾ ഒരുപാട് കാലം ചെയ്യുമ്പോൾ ദേവത നിങ്ങൾക്കായി ഒരു പ്രത്യേക രൂപം കാണിച്ചു തരും. എല്ലാവർക്കും ഭഗവതി ഒരേ രൂപമല്ല കാണിക്കുന്നത്. ഭദ്രകാളിയാണെങ്കിലും കാളിയാണെങ്കിലും അവർ നിങ്ങളെ നയിക്കുകയും ചെയ്യും മറ്റ് രൂപങ്ങളിലേക്ക്. അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. മാത്രമല്ല ചില ക്ഷേത്രങ്ങളിലേക്കും നിങ്ങൾ എത്തിക്കും. അവിടെ വെച്ച്, അതായത് നിങ്ങളുടെ ചില പ്രാരാബ്ധങ്ങൾ കഴിയാനുണ്ട്, അതിന് വലിയ സഹായമാണ്. ചില ക്ഷേത്രങ്ങൾ നിങ്ങൾ സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ഇന്ന സ്ഥലത്ത് ഇന്ന ക്ഷേത്രത്തിൽ ഞാൻ എത്തിച്ചേരുമെന്നത്. ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോകും, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ പങ്കാളി തന്നെ പറയും, ഇന്നിടത്തേക്ക് എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്, നമുക്കും പോവാം. അതായത് അവിടേക്ക് എത്തിക്കും. അപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്, എൻ്റെ ബുദ്ധി അല്ലെങ്കിൽ എൻ്റെ വിവേകം ഒന്നുമല്ല മറ്റൊരാളാണ് നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. കൂടുതൽ ശരണാഗതനാവാൻ വേണ്ടിയിട്ട്, അതുപോലെ അന്ധവിശ്വാസിയാവാൻ, കണ്ണുമടച്ച് ഭഗവതിയെ വിശ്വസിക്കാനുള്ള ഒരു പ്രേരണയാണ്. നീ ഒന്നുമല്ല എന്ന് ശരിക്കും ദേവി നമ്മളെ തോന്നിപ്പിക്കും. നിന്റെ ശക്തിയും ഞാൻ തന്നെയാണ്, നിന്റെ വാണിയും ഞാൻ തന്നെയാണ്, നിന്റെ സൗന്ദര്യവും ഞാൻ തന്നെയാണ്, നിനക്ക് ചലിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എത്രമാത്രം നിങ്ങളിത് ചെയ്യുന്നുവോ ദേവി ആരാധന. ഇനി നവരാത്രി കഴിഞ്ഞു, 9 ദിവസം കഴിഞ്ഞു, ഞാൻ ഫ്രീ ആയി എന്ന മട്ടിൽ നടക്കരുത്. കുട്ടികളുടെ കാര്യമല്ല, അവർക്ക് പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മുതിർന്നവരാണെങ്കിൽ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ ഒരു ധ്യാനം എന്നത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ ഏത് സ്തോത്രമാണോ വായിച്ചത് അത് ഒരു തവണയെങ്കിലും ദിവസം വായിച്ചിട്ട് ധ്യാനം ചെയ്യുക. ഇതിനൊരിക്കലും നിങ്ങൾക്ക് ഒരു ശങ്ക വേണ്ട. നിങ്ങളിവിടെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും വേണ്ട. ഞാൻ ധ്യാനം ചെയ്യുന്നു, എൻ്റെ എല്ലാ ചക്ര ഞാൻ ആക്ടിവേറ്റ് ആക്കുകയാണ്, ചക്ര ക്ലെൻസിങ് ആണ്, ഇങ്ങനത്തെ ഹൈ ലെവൽ ഇതിലേക്കൊന്നും പോകണ്ട. നമ്മൾ ആ ഒരു ദേവിയുടെ രൂപം ചിന്തിക്കുന്നു. ഭദ്രകാളിയാണ് ആ ദേവിയുടെ ആ ഒരു രൂപം. പക്ഷേ നിങ്ങൾ സങ്കല്പിക്കുമ്പോഴും ദേവിയുടെ മുഖം എന്നത് മന്ദസ്മിതമുള്ള മുഖം, ആ ഒരു ഐശ്വര്യമുള്ള മുഖം, വളരെയധികം ഊർജമുള്ള ഒരു പ്രസൻസ് നമ്മൾ അറിയുകയാണ്. ദേവി മുന്നിൽ നിൽക്കുന്നത് പോലെ ശരിക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. ദേവിയുടെ പാദങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. അത് യഥാർത്ഥത്തിലുള്ള അനുഭവം തന്നെയാണ്, തോന്നലല്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിലും നിങ്ങളുടെ ഡെഡിക്കേഷനും നിങ്ങളുടെ ഭക്തിയും ആ ലെവലിലുള്ളതായിരിക്കണം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുപ്പം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളുടെ യഥാർത്ഥ അവരെന്താണ് ചിന്തിക്കുന്നത്, ചിലപ്പോൾ പെട്ടെന്ന് ഈ ഒരു നവരാത്രി സമയങ്ങളിലായിരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുന്നത്, എന്ത് ചെയ്തു എനിക്ക് വേണ്ടി ഇത്ര കാലം? നിങ്ങളൊരു അധ്യാപിക ആയിരിക്കാം, അതുവരെയും ഉറക്കം വിളിച്ച് പഠിപ്പിക്കുന്നത്, കുട്ടികളെ പഠിപ്പിച്ചത് നിങ്ങളായിരിക്കാം.
കുട്ടിക്ക് വേണ്ടി പണം സ്വരൂപിച്ച് വെച്ചിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുത്തത് നിങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ അവർ ചോദിക്കുന്ന ഇതായിരിക്കാം, എന്ത് ചെയ്തു എനിക്ക് വേണ്ടി നിങ്ങൾ എന്നത്. അത് ആ ഒരു ദേവി നിങ്ങളെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരികയാണ്. അത് നിങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ മറ്റുള്ളവർ, കുട്ടികൾ, ആരാണെങ്കിലും അവരുടെ ആ ഒരു യാഥാർത്ഥ്യം എന്നത് ദേവി മനസ്സിലാക്കി തരികയാണ് നിങ്ങൾക്ക്. ഈ ഒരു ബന്ധനമാണിത്. ഇത് നിങ്ങൾ ഏറ്റവും അടുത്ത എൻ്റെ ബന്ധുവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി തരികയാണ് ഇതൊരു ബന്ധനമാണ്. അതായത് യാഥാർത്ഥ്യം എന്നത്, സത്യം എന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ദേവി നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. പ്രകൃതിയാണ് ദേവി എന്നത്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളായിട്ട് കലഹത്തിന് പോകരുത്. അതുപോലെ ഒരു തരത്തിലും പ്രകൃതിയെ ഉപദ്രവിക്കരുത്. സ്ത്രീകളുമായിട്ട്, പുരുഷന്മാരാണെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകളെ വളരെ അവരിലൊരു ചൈതന്യം, ഈ ദേവിയുടെ ഒരു ചൈതന്യമുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലൊരു ഇതിന് പോകരുത്. ഒരു നല്ല രീതിയിൽ കാണുക. അതുപോലെ ഈ ഒരു സമയത്ത് കഴിയുന്നതും ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. അതൊരു സജഷനാണ്. അത് ഒന്നുകൂടി നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇനി നിങ്ങളുടെ പങ്കാളി അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾ സർവ്വം ദേവിക്ക് സമർപ്പിക്കുക. അതായത് ആ ഒരു ക്രിയയും ആ ഒരു നിങ്ങൾ ജീവിത പങ്കാളിയോടൊപ്പമുള്ള ആ നിമിഷവും ദേവിക്കായി സമർപ്പിക്കുക. അതായത് നിങ്ങൾ അത് ആസ്വദിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ മാറരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും സമർപ്പിക്കുക. അത് വളരെ ഉത്തമമാണ്. അത് അതായത് ഞാനൊന്നും ആഹാരത്തിൻ്റെ സുഖമോ നിദ്രയുടെ സുഖമോ ഇതോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. അതും ഭഗവതിക്ക് സമർപ്പിക്കുകയാണ്. വളരെയധികം പ്രസന്നയാവും ഭഗവതി. കാരണം നിങ്ങളുടെ സുഖങ്ങൾ ത്യജിക്കുന്ന, ഒരു തരത്തിൽ നിങ്ങളുടെ സുഖങ്ങൾ സമർപ്പിക്കുന്നതിലും ഭഗവതി തൃപ്തിയാവുന്നതാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയൊന്നും അടിപിടി കൂടണ്ട എന്നതും ഒരു സജഷനാണ്. ഇത് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു തരികയാണ്. തുടക്കക്കാർക്ക് വേണ്ടി, അഡ്വാൻസ്ഡ് ആയിട്ട് ആൾക്കാർക്കൊക്കെ വളരെയധികം അറിയാവുന്നതുമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതെല്ലാം ഗുരുവില്ലാത്ത ഒരു രീതിയെക്കുറിച്ചാണ്. അപ്പം ആർക്കെങ്കിലും എനിക്കൊരു ഗുരു വേണം, കാരണം ചിട്ടയായിട്ട് എനിക്കൊരു മന്ത്രം വേണം എപ്പോഴും ചൊല്ലാൻ, മാലയിൽ ചൊല്ലാനായിട്ട് എനിക്കൊരു മന്ത്രം വേണം, എനിക്കൊരു ഗുരുമന്ത്രം വേണം. എങ്ങനെയാണത് ലഭിക്കുക? ഈ ജന്മത്തിൽ എനിക്കതിന് യോഗ്യതയുണ്ടോ? എനിക്ക് വേണമെന്ന് പറയരുത് ഒരിക്കലും. എനിക്കതിന് യോഗ്യതയുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അതിന് അർഹനല്ലാത്തത്? ഞാനിവിടെ അമേരിക്കയിൽ കഴിയുന്നതുകൊണ്ടാണോ? ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ടാണോ? ഒരുപാട് നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ടാണോ? അങ്ങനെ ഒരു ഏരിയയിൽ താമസിക്കുന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസൾട്ടോടെ കാണുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണോ? എന്താണ് ആ കാര്യം? എനിക്കൊരു യോഗമില്ലേ ഒരു ഗുരു മന്ത്രം ലഭിക്കാനായിട്ട്? അങ്ങനെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, ദേവിയോട് സംസാരിക്കുകയാണെങ്കിൽ, അതിന് ഈ ജന്മത്തിൽ യോഗമുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ കർമ്മങ്ങളാണെല്ലാം, അതിനുള്ള യോഗമുണ്ടെങ്കിൽ ദേവി ആ ഗുരുവിനെ കൊണ്ടുതരികയും ഗുരു മന്ത്രം തരികയും മാത്രമല്ല ദേവിയുടെ മന്ത്രങ്ങൾ ആ ഗുരുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഇതെല്ലാം നമ്മൾ ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുക. അപ്പോൾ ഈ ആരാധനകളിലെല്ലാം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, നമ്മളൊന്നും ആവശ്യപ്പെടരുത്. അതായത് ഞാൻ ഇന്ന് നവരാത്രി ഇത് ചെയ്യുന്നത് എനിക്ക് ഇത്ര കോടി പൈസ ഉണ്ടാവാനാണ്, അല്ലെങ്കിൽ ഇന്ന പ്രോപ്പർട്ടി വാങ്ങാനാണ്, ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക. കാരണം നമുക്ക് ഓൾറെഡി കുറേ പ്രാരാബ്ധങ്ങളുണ്ട്, നമുക്ക് കുറവുകളുണ്ട്. നമ്മുടെ അനേകം ജന്മങ്ങളിലെ, നമ്മുടെ ഏതൊക്കെ യോനികളിലൂടെ നമ്മൾ കടന്നു വന്നു, ആ ജന്മങ്ങളിലെ കർമ്മങ്ങൾ അറിയുന്ന ആളാണ് ദേവി. അപ്പോൾ ആ ദേവിയോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ഇന്നത് വേണമെന്നത്. കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ എന്തായിരുന്നു എൻ്റെ കർമ്മമെന്ന് എനിക്കല്ലേ അറിയാൻ പാടില്ലാതുള്ളൂ, ദേവിക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മളൊന്നും ആവശ്യപ്പെടരുത്. മറ്റൊന്ന്, ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്കൊരു വിഷമം തോന്നും. അപ്പോൾ അതിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരു നന്നായി പഠിച്ചു, പാസ്സായി, പക്ഷെ എവിടെയും ജോലി കിട്ടുന്നില്ല, ജോലി ശരിയായിട്ടില്ല. പറഞ്ഞു വരുന്നത്, ജോലിക്കായി അവസരം വരുന്നുണ്ട്, പക്ഷേ എനിക്ക് കിട്ടേണ്ടുന്ന സാലറി കിട്ടിയാലേ ഞാൻ ജോലിക്ക് ചേരൂ എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എവിടെ പോയാലും എനിക്ക് ചെറിയൊരു സാലറി ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ജോലി മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ അതൊരു ആവശ്യമാണ്, അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ആരോഗ്യം എന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അതിനും ഒരു പരിധിയുണ്ട്. എല്ലാം നമുക്ക് വേണം എന്ന് വിചാരിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഒന്നാമത് ദേവിയുടെ കൃപയുണ്ടെങ്കിൽ ഇതൊക്കെ തനിയെ വരുന്നതാണ്, നമുക്ക് ശക്തി തരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്, നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യമാണ് എൻ്റേത്, എന്താണ് എനിക്കതിന് യോഗ്യതയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ വിനയത്തോടു കൂടിയാണ് ചോദിക്കേണ്ടത്. എനിക്കതിന് യോഗ്യതയില്ലേ?
ഞാൻ ഇത്രയൊക്കെ പഠിച്ചു, പക്ഷേ എന്നെ ആരും വിളിക്കുന്നില്ല, ഞാൻ അപേക്ഷിച്ച ഒരു സ്ഥലത്തൊന്നും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല. എന്താണ് അതിന് കാരണം? എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് മുൻജന്മങ്ങളിലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ? അതെന്താണെന്നൊന്ന് പറഞ്ഞു തരണമേ, അതിനുള്ള പ്രതിവിധി പറഞ്ഞു തരണമേ, നേർവഴി കാണിച്ചു തരണമേ. ഈ രീതിയിൽ പ്രാർത്ഥിക്കാം. അല്ലാതെ ഞാൻ ബിടെക്കാണ്, എനിക്ക് ഇന്ന് ഇത്ര പൈസയുള്ള സാലറിയുള്ള ജോലി ഇന്ന രാജ്യത്ത് കിട്ടണം, അത്തരം പ്രാർത്ഥനകൾ നല്ലതല്ല. നമ്മൾ ഓരോ സാധന ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ ഉദ്ദേശം എന്നത് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക, നമ്മുടെ ആ ഒരു പ്രാരാബ്ധത്തെ കുറച്ചിട്ട് നമ്മൾ ആത്മീയ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നമുക്കൊരു തടസ്സമായിട്ട് വരും. പക്ഷെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കാനുള്ള വകയും വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്രാർത്ഥനയും. അവിടെ എപ്പോഴും നമ്മൾ ശരണാഗതരായിട്ട് സറണ്ടേർഡായിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. നമ്മൾ ദേവിയുടെ കരുണയ്ക്കായിട്ട്, കൃപാ കടാക്ഷത്തിനായിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ തനിയെ കാര്യങ്ങൾ ശരിയാവും. നിങ്ങൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല, മറ്റൊരു തരത്തിലായിരിക്കും. മറ്റൊരു സ്ഥലത്ത് പോയി ജോലിക്ക് അപേക്ഷിച്ച കുട്ടിക്ക് ഒരു പക്ഷേ ചെറിയ തോതിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള സാഹചര്യങ്ങളായിരിക്കാം 1-2 ആൾക്കാർ വന്നിട്ട് ആ കുട്ടിക്ക് ഒരു ഓഫർ കൊടുക്കുന്നത്. അതിലൂടെ പതുക്കെ ഉയരാനുള്ള ഒരു ചാൻസ് ആയിരിക്കാം. ദേവിയുടെ മാർഗ്ഗങ്ങളെന്ന് നമുക്കറിയില്ല, നമ്മുടെ അല്പബുദ്ധിക്ക് എന്താ അറിയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഒരു ശരണാഗതരായിട്ട് ചോദിക്കണം. ഇത് തന്നെ കല്യാണ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്നത് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് സുഖമാണ് നമുക്കുള്ളത് എന്നതും നമുക്കറിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് അവിടെ സുഖമില്ലെങ്കിൽ എന്താണ് കാര്യം? അപ്പോൾ നമ്മൾ അപേക്ഷിക്കണം, അനേകം ജന്മങ്ങളിലെ ഞാൻ ചെയ്ത അപരാധങ്ങൾ എന്താണ്, അത് പുറത്തു തരണമേ, നേർവഴി കാണിച്ചു തരണമേ. അങ്ങനെ നമ്മൾ ഗൈഡൻസിനായിട്ട് അപേക്ഷിക്കുകയാണ് വേണ്ടത്. ഈ അപേക്ഷകൾ തീർച്ചയായിട്ടും കേൾക്കുന്നതാണ്. പ്രായശ്ചിത്തം എന്നത് മുൻ ജന്മങ്ങളിലെ കർമ്മഫലങ്ങൾക്ക് നമുക്ക് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്നത് നിർത്താതെയുള്ള കരച്ചിൽ തന്നെയാണ്. നമുക്ക് ഉറക്കമുണ്ടാവില്ല. നമ്മുടെ ചുറ്റും ആൾക്കാരില്ലാത്ത സമയത്തൊക്കെ ഒരേ ഒരു ചിന്ത മാത്രം, നിങ്ങളുടെ ഇഷ്ടദൈവം ആ ഒരു പാദങ്ങളിൽ ഇരുന്നിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്, നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്, നമ്മളങ്ങനെ കരഞ്ഞു പറയുകയാണ്, എന്തായിരുന്നു ആ ജന്മങ്ങളിലെ ഞാൻ ചെയ്ത തെറ്റുകൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുടുംബത്തിൽ വന്ന് പിറന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ബന്ധുക്കൾ എനിക്ക് ശത്രുക്കളായി മാറിയിട്ട് എന്നെ ആത്മീയ പുരോഗതിക്ക് അവിടത്തേക്ക് അടുക്കാനുള്ള, ദേവിയെ സ്നേഹിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും തരാതെ ഒരു കുടുംബത്തിൽ ഞാൻ എങ്ങനെ ജനിച്ചു, എന്തായിരുന്നു ആ കർമ്മം? ഇങ്ങനെ നമ്മൾ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു നമ്മുടെ പശ്ചാത്താപമാണത്. എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് നമ്മളിലൂടെ അത് അറിയുന്നുണ്ട്. ആ പശ്ചാത്താപത്തെ മനസ്സിലാക്കുകയും നമ്മുടെ കൈ പിടിച്ചുയർത്തുകയും ചെയ്യും. അത് അനേകം ജന്മങ്ങളിലെ കർമ്മഫലങ്ങളാണെങ്കിലും. ഇത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും പറയുന്നത്. എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്നാണ് ഭഗവാനും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ദേവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ തെറ്റ് എന്നത് അമ്മയ്ക്കേ അറിയൂ എന്താണ് ഞാൻ ചെയ്തത് എന്നത്. പക്ഷേ ഇനി ഞാനായിട്ടൊരു തീരുമാനമെടുക്കില്ല. എല്ലാം ദേവിയുടെ ഇച്ഛ, എല്ലാം ദേവിക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ കൈ പിടിച്ചുയർത്തണം, നേർവഴി കാണിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉയർത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന പരിഹാരങ്ങളും മുന്നിൽ വന്ന് തരും. മാത്രമല്ല ചില പരിഹാരങ്ങൾ, ഉദാഹരണത്തിന് ചില പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് പൈസ വേണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകണം. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം വരികയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ദേവി പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. അതൊക്കെ വരുന്നതാണ് അനേകം കാലം, വർഷങ്ങൾ നിങ്ങൾ ദേവി ആരാധന ചെയ്യുമ്പോൾ. അപ്പോൾ അതിനായിട്ട് പണം മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ അതും എല്ലാം ദേവി കൊണ്ട് തരുന്നതാണ്. എല്ലാം കൊണ്ട് തരുന്നതാണ്. നമുക്ക് എന്താ പറയുക, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. നമുക്ക് ആ ഒരു സമയത്ത് എവിടെ നിന്നാലും ആ ഒരു കാരുണ്യം വന്നെത്തും. നമുക്കവിടെ പോവാനും ചെയ്യാനും ഒക്കെ പറ്റുകയും ചെയ്യും. അങ്ങനെ നമ്മളെ ഉയർത്തുന്നതാണ് ദേവിയുടെ രീതികൾ എന്നത്. ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല ഏത് തരത്തിലാണ് ആ ഒരു അനുഗ്രഹം വരുന്നതെന്നത്. പിന്നെ നമ്മളെപ്പോഴും ഈ കുനിഞ്ഞിരിക്കാൻ, ശരണാഗതരായിട്ടിരിക്കാൻ പഠിക്കണം. നമുക്ക് ഒരു ലേശം മാത്രം, ഒരല്പം പോലും അഹംഭാവം പാടില്ല. കാരണം എല്ലാം നീയാണ്. എൻ്റെ ഓർമ്മശക്തി, എൻ്റെ ബുദ്ധി, എനിക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അതൊരു തരി പോലും ഒന്നും എൻ്റേതല്ല, എല്ലാം നീയാണ്. ആ ഒരു രീതിയിൽ. അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളെ ഒരു ലെവലിൽ നിർത്തുകയും വേണം നമ്മൾ. കാരണം എല്ലാം അമ്മയാണ്. ഭദ്രകാളി ആരാധകർക്കറിയാം, അതുപോലെ കാളി ആരാധകർക്കറിയാം, അമ്മയാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ദേവി ആരാധകരുടെ കാര്യം തന്നെ അതാണ്. നിങ്ങൾ പറയുന്ന വാക്കുകൾക്കും അതുപോലെ വിലയുണ്ടാകും.
നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ പ്രഭാവലയമാണെങ്കിലും. പിന്നെ ഒരു കാര്യം എന്നത്, നിങ്ങൾ ഈ ഒരു മാർഗത്തിലേക്ക് ഗുരുവില്ലാതെ, അതായത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എനിക്കറിയുന്നത് പോലെ ദേവിയുടെ ആദേശപ്രകാരം, ദേവിയുടെ ഇച്ഛപ്രകാരം ഇത്രയും കാര്യങ്ങൾ എന്നിലൂടെ വന്നു എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു വ്രതം കഴിഞ്ഞു, 9 ദിവസം കഴിഞ്ഞു, 10ാമത്തെ ദിവസം മുതൽ എനിക്കിഷ്ടമുള്ള ഇതുപോലെ നടക്കാമെന്ന് വിചാരിക്കരുത്. ഒരു ചിട്ട ജീവിതത്തിൽ വേണം. കഴിയുന്നതും മറ്റുള്ളവരുടെ ആഹാരം കഴിക്കാതിരിക്കുക. അതായത് മറ്റുള്ളവർ നമുക്ക് ഓഫർ ചെയ്യുന്ന ആഹാരം, മറ്റുള്ളവരുടെ വീടുകളിൽ പോയിട്ടുള്ള ആഹാരം, നിങ്ങൾക്ക് ഇനി എത്ര ഇഷ്ടമുള്ള ആഹാരമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഒരു പ്രാമുഖ്യം ദേവതകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ എനർജി അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുക. മറ്റുള്ളവരുടെ എനർജി നമ്മളിലേക്ക് വരുന്നത് വെറുതെ കുറേ നേരം അവരുടെ സംസാരം, വേറെ ആൾക്കാരുടെ വീട്ടിൽ പോയിരിക്കുക, അവരുടെ ആഹാരം കഴിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച വസ്ത്രങ്ങളൊന്നും ധരിക്കാതിരിക്കുക, മറ്റുള്ളവർ ഗിഫ്റ്റ് എന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് നിങ്ങൾക്കൊരു ഓറ നിങ്ങളുടേതായിട്ട് ഡെവലപ്പ് ചെയ്യണമോ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ സമ്പാദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തരുന്നത്, ആ ഒരു ഇതല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ഊർജം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരരുത്. പരമാവധി ഒഴിവാക്കുക. പരമാവധി. ചില സ്ഥലങ്ങളിലൊന്നും പോയാൽ ആഹാരം കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. പരമാവധി ഒഴിവാക്കുക. പിന്നെ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക. അത് ഒരു പരിഹാരമാണ്. പിന്നെ അങ്ങനെ ഒരു ചടങ്ങ് അതിനാണുള്ളത്. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ആഹാര സാധനങ്ങളും കൊണ്ടാണ് ഒരു വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾ ഒരു ആരാധനാ മാർഗത്തിലേക്ക് വളരെയധികം ദൃഢനിശ്ചയത്തോടു കൂടി, ദേവിയുടെ സ്നേഹം വേണം, ദേവി എന്നെയും ശ്രദ്ധിക്കണം, ദേവിയുടെ കൃപാവലയത്തിൽ, ദേവിയുടെ കൃപാകടാക്ഷം എന്നിലുണ്ടാകണം, ദേവിയുടെ കരവലയങ്ങളിൽ ഞാൻ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് ആ ദേവിക്ക് പ്രാമുഖ്യം കൊടുക്കുന്നവരാണെങ്കിൽ, നിങ്ങളെ ആൾക്കാർ വെറുതെ വന്ന് കെട്ടിപ്പിടിക്കാനും, ചില ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് തൊട്ടുകൊണ്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് നമ്മുടെ ഷോൾഡറിൽ പിടിക്കണം, കൈ പിടിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകളിലൂടെ തുറന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഓരോരുത്തരും എന്താണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യുന്നത് നമ്മൾക്കറിയില്ലല്ലോ. അവരൊറ്റയ്ക്കിരിക്കുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്, എന്താണ് അവർ കാണുന്നത്, എന്താണ് അവർ ചിന്തിക്കുന്നത്, അവരുടെ കർമ്മങ്ങൾ എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുപോലെ ആഹാരം ഉണ്ടാക്കുമ്പോഴും മറ്റുള്ളവർ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാധനയിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും എന്ത് പാകം ചെയ്യുമ്പോഴും സിമ്പിളായിട്ടുള്ള നാമങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു സ്മരണയിലാണെങ്കിലും, ദേവി സ്മരണയിലാണെങ്കിലും, ഭഗവാന്റെ സ്മരണകളാണെങ്കിലും അങ്ങനെ വേണം ആഹാരം ഉണ്ടാക്കാൻ. ശരിക്കും അത് പ്രസാദമായി മാറുന്നതാണ്. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും പരമാവധി ശ്രമിക്കുക. പക്ഷെ നമ്മൾ ആ ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ വളരെയധികം പ്രോഗ്രസ്സാണ്. ആദ്യമൊക്കെ ശരിക്കും നമ്മൾ ഒരുപാട് ആൾക്കാർ കുറ്റം പറയാറുണ്ടാകും. ഞാൻ എവിടെ പോയാലും ആഹാരം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും, എപ്പോഴെങ്കിലും നിനക്ക് വെള്ളം തരാൻ, ആഹാരം തരാൻ അവരൊക്കെ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പലതും പറയും. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. പ്രാരാബ്ധം എന്നത് അതായത് ആ ഗ്രഹങ്ങൾ നമ്മളൊരു മാർഗത്തിൽ നയിക്കപ്പെടുമ്പോൾ, മുന്നിലോട്ട് നീങ്ങുമ്പോൾ അതിന് വിഘ്നം വരുത്താനായിട്ട് ആൾക്കാരിലൂടെ തന്നെയാണ് ഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബ്ലോക്കേജസ് വരും. പക്ഷെ നമ്മളെപ്പോഴും ഒരാൾ നമുക്ക് ആഹാരം ഓഫർ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് അന്നപൂർണേശ്വരിയെ പ്രണമിക്കുക. ദേവി അന്നപൂർണേശ്വരി ഒരുപാട് ബഹുമാനിക്കുന്നു. ഞാനിങ്ങനെ ഒരു സാധനാമാർഗത്തിലൂടെയാണ് ഞാൻ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്. കാരണം അത് എൻ്റെ ഉള്ളിലെ ചൈതന്യത്തെ, ഞാൻ അല്പം ആഹാരം കഴിക്കുന്ന ഒരാളാണ്. ഇന്ന് 2 നേരം അല്ലെങ്കിൽ ഇന്നതാണ് പാകം ചെയ്ത ആഹാരം, അല്ലെങ്കിൽ ആ ഒരു ശുദ്ധിയുള്ള നാമജപങ്ങളോട് കൂടി ഉണ്ടാക്കിയ ആഹാരം, അതേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നൊരു നിശ്ചയമാണ്. ഞാൻ ദേവിയെ ബഹുമാനിക്കുന്നു. അങ്ങനെ മനസ്സിൽ പ്രണമിക്കുക ദേവിയെ. മറ്റാരെന്ത് ഓഫർ ചെയ്താലും മനസ്സിൽ ദേവിയെ പ്രണമിക്കുക. പരമവൈഷ്ണവന്മാരൊക്കെ ഇത് വളരെയധികം നോക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ആഹാരം, അതായത് പ്രസാദമല്ലാത്ത ഒന്നും അവർ കഴിക്കാറേ ഇല്ല. ആഹാരം ഉണ്ടാക്കിയിട്ട് ഭഗവാനെ സമർപ്പിച്ചിട്ടേ അവരെല്ലാം കഴിക്കാറുള്ളൂ. എന്തെങ്കിലുമൊക്കെ കഴിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആഹാരം ഉണ്ടാക്കുമ്പോഴും സിമ്പിളായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം, നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട്, രാമ 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 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആഹാരം ഉണ്ടാക്കിയാലും അത് പ്രസാദമായി. ഞാൻ ഭഗവാന്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് നിങ്ങൾ, അതായത് അഷ്ടോത്തര നാമമൊന്നും നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള രാമനാമം, അല്ലെങ്കിൽ അമ്മേ ദേവി ശരണം ദേവി, അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു രൂപം, തീർച്ചയായിട്ടും അത് നല്ല സ്വാദം ഉണ്ടാകും. നിങ്ങൾക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയാലും കഴിക്കുന്ന ആൾക്കാർക്ക് ആ അബദ്ധം അവിടെ പറ്റിയെന്നോ ഒന്നും മനസ്സിലാവുകയില്ല. ഒക്കെ ഒരുപാട് ആ ഒരു രുചി ക്രമീകരണം എന്നതും ദേവി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു നാമം ചൊല്ലിക്കൊണ്ട്
നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട്. അതിൽ എന്തെങ്കിലും കുറ്റങ്ങൾ വന്നാലും ദേവി അത് മാനേജ് ചെയ്തോളും. നമുക്ക് ആ ഒരു കഴിക്കുന്ന ആൾക്കാർക്കും അതിൽ ഉപ്പ് കുറവുണ്ടെന്നോ അല്ലെങ്കിൽ ഒരല്പം എരിവ് കൂടിപ്പോയെന്നോ ഒന്നും മനസ്സിലാവുകയുമില്ല. അതൊരു ശരിക്കും ദേവി മഹാമായയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എപ്പോഴും ഭഗവത് ചിന്ത, ദേവിയുടെ ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും നമ്മൾ അവരുടെ ഒരു പ്രൊട്ടക്ഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഏകദേശം കാര്യങ്ങളും ഞാൻ ഇതിലൂടെ പറഞ്ഞു തരാൻ ശ്രമിച്ചു. പിന്നെ നമ്മുടെ ഒരു ദേവി ആരാധന എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മോറൽ വാല്യൂസ് മുറുകെ പിടിക്കുക. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഒരു പ്രഭാവലയത്തിലേക്ക് വരാൻ അനുവദിക്കരുത്, നമ്മൾ സ്പർശിക്കാൻ അനുവദിക്കരുത്. ഇത് തുടക്കക്കാർക്കല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ് പറയുന്നത്. അതുപോലെ വീഡിയോയിൽ ഒരു ഉപാസനയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം ഗുരുമുഖത്ത് നിന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഗുരുമന്ത്രവും അതിൻ്റെ ഉപാസന രീതികളും ഒക്കെ വ്യത്യസ്തമാണ്. ഇത് ജനറൽ ആയിട്ടുള്ളതാണ്. ഇത് പല നവരാത്രികളിലും പല വീഡിയോകളിലായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വ്രതങ്ങൾ അവസാനിക്കുന്ന ദിവസം അമ്പലത്തിൽ പോയിട്ട് പൂജാരിക്ക് നല്ല രീതിയിൽ ദക്ഷിണയ്ക്ക് കൊടുക്കുക, അതുപോലെ ഭഗവതിക്ക് വേണ്ടുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കുക. അങ്ങനെയാണ് അതിനുശേഷം വ്രതം അവസാനിപ്പിക്കുകയും പിന്നെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാവുന്നതാണ്. ചിട്ടയായിട്ട് ജീവിക്കുക, ഭഗവതിയുടെ സ്മരണ ഉണ്ടാകണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നത് ധ്യാനം ആണ്. അപ്പോൾ എത്ര സമയം നിങ്ങൾക്ക് ധ്യാനിച്ചിരിക്കാൻ പറ്റുന്നു ദേവിയുടെ സ്മരണകൾ. അപ്പോൾ വിവിധ രൂപങ്ങൾ ദേവി കാണിക്കുന്നതാണ് പലതരത്തിലും. മാത്രമല്ല, നിങ്ങൾ ആരാധിക്കുന്ന ഒരു പക്ഷേ കാളിയായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടം അമ്മയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പൂർവ്വജന്മ ഉപാസനയ്ക്കനുസരിച്ചിട്ട് അതിന് ശേഷമുള്ള രൂപങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് ദേവിയുടെ മറ്റു രൂപങ്ങളെ കൂടി ദേവി കാണിച്ചു തരുന്നതാണ്. ഒരുപാട് ശക്തി തരും. നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തി അറിയൂ. നമ്മളെ ആരും കെട്ടിയിട്ടിട്ട് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ചില ആൾക്കാരുടെ നവരാത്രി എന്ന് പറഞ്ഞാൽ കാണുന്നത് തന്നെ ഒരുപാട് അമ്പലങ്ങളിൽ ആഹാരം ഉണ്ടാകും, അത് പോയി കഴിക്കുക, നന്നായി അണിഞ്ഞൊരുങ്ങുക. ഇതാണ് ചിലർക്ക് നവരാത്രി എന്നത്. അത് ഒട്ടും ചേതന ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത, ഒട്ടും കോൺഷ്യസ് അല്ലാത്ത ആൾക്കാർ. അവരുടെ ഒരു രീതി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് ഒരുപാട് സംസാരിക്കണം, മാത്രമല്ല കോൺടാക്ട്സ് വർദ്ധിപ്പിക്കണം, എന്നെപ്പറ്റി ആൾക്കാർ നല്ലത് പറയണം, മറ്റുള്ളവർക്ക് വേണ്ടി കുറേ സമയം കൊടുക്കുക. ദേവിയുടെ ചിന്തകളോ ഭഗവാന്റെ ചിന്തകളോ ഇതൊന്നും ആയിരിക്കില്ല. ഒട്ടും അവെയറല്ല അവർ, ഒട്ടും കോൺഷ്യസ് അല്ല അവരുടെ ഉള്ളിലെ ശക്തിയെപ്പറ്റി. അവർ അനുഭവിക്കുന്ന പുണ്യം തന്നെ, ആ ഒരു സുഖം, ഈ ജീവിതത്തിലെ സുഖജീവിതം എന്നത്, ഐശ്വര്യം എന്ന് തന്നെ അവരുടെ മാതാപിതാക്കളോ പിതൃക്കളോ ചെയ്തിട്ടുള്ള ആരാധനയുടെ പുണ്യമാണ് അവർ അനുഭവിക്കുന്നതും. അപ്പോൾ ആ വ്യക്തികൾ ഇങ്ങനെ പുറമേ ആൾക്കാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് വ്യക്തിബന്ധങ്ങളെ, അതായത് പുറമേയുള്ള ഒരുപാട് കോൺടാക്ട്സ്, അവരുമായിട്ട് സംസാരിക്കുക, വ്യർത്ഥമായ സംസാരമാണ്. അവിടെ ഭഗവതിയുടെ കഥകളോ ചിന്തകളോ ഒന്നുമല്ല. ഞാൻ എന്ന ഒരു വ്യക്തിക്കുള്ള പ്രാധാന്യം, അതുപോലെ ആ വ്യക്തിയുടെ പ്രാധാന്യം, ഒരുപാട് സുഖഭോഗങ്ങളെക്കുറിച്ചുള്ള സംസാരം, ഇതൊക്കെയാണെങ്കിൽ ഇവരുടെ പുണ്യം ക്ഷയിക്കുകയും മാത്രമല്ല ഈ വ്യക്തിക്ക് പുണ്യമില്ലാത്തത് കൊണ്ട് മക്കൾക്കും അതിൻ്റേതായിട്ടുള്ള ലാഭം ഉണ്ടാകില്ല, മക്കളും ഇതൊന്നും പഠിക്കില്ല. അപ്പോൾ ഭഗവത് ചിന്ത എന്നത്, ഭഗവാന്റെ ചിന്തകളാണെങ്കിലും ദേവിയുടെ ചിന്തകളാണെങ്കിലും ആ ചിന്ത എന്നത് മുഖ്യമാണ്. സ്മരണയിൽ ദേവി ഉണ്ടായിരിക്കണം സദാസമയം. അതുകൊണ്ട് പ്രാർത്ഥനയും അതുപോലെ ആയിരിക്കണം. ഏത് ക്ഷേത്രത്തിൽ പോയാലും എൻ്റെ ഓരോ ശ്വാസത്തിലും ദേവി ഉണ്ടാകണമേ. എനിക്ക് എൻ്റെ ഒരു ശ്വാസം പോലും ദേവിയുടെ ഓർമ്മകൾ, ദേവിയുടെ പേര്, ദേവിയുടെ നാമം, ആ സ്മരണയില്ലാതെ ഒരു ശ്വാസവും എനിക്ക് വേണ്ട. എൻ്റെ ഓരോ ശ്വാസത്തിലും അമ്മയുണ്ടാകണം. തീർച്ചയായിട്ടും അമ്മ ഓർമ്മിപ്പിക്കുന്നതാണ്. കുറച്ച് സമയം നിങ്ങൾ ഓഫീസിൽ എന്തെങ്കിലും തിരക്കാണെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരും, ഞാൻ എത്ര സമയമായി ദേവിയെപ്പറ്റി ചിന്തിച്ചിട്ട്, അമ്മയെപ്പറ്റി ഞാൻ ഓർത്തതേ ഇല്ലല്ലോ എന്നത്. അതൊരു നിമിഷമാണ് ദേവി ഓർമ്മിപ്പിക്കുന്ന നമ്മളെ. നമ്മൾ ഓർമ്മിക്കുന്നില്ലെങ്കിലും ദേവി നമ്മളെപ്പറ്റി ഓർമ്മിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണിത്. പക്ഷേ ചില ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും, നിങ്ങളുടെ പ്രാരാബ്ധം കുറയുന്നതുമായിരിക്കും, ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ചില നഷ്ടങ്ങൾ എന്നത് നിങ്ങൾക്ക് തോന്നുന്ന നഷ്ടമാണെന്നത്, പക്ഷെ ചില പ്രാരാബ്ധം പോകുമ്പോൾ ചില നഷ്ടമാണത്. ചില ആൾക്കാർ പൈസ കൊണ്ടുപോകും, ചില ആൾക്കാർ എന്തെങ്കിലും എടുത്തു കൊണ്ടുപോകും. നമുക്ക് തോന്നും അത് ഞാൻ സമ്പാദിച്ചതാണ്, എൻ്റേതാണ്, എൻ്റെ നഷ്ടമാണ് എന്നത്. പക്ഷെ അങ്ങനെയല്ല. അതങ്ങനെ ക്ലിയർ ആവുന്നതാണ്, ആ പാത്ത് ക്ലിയർ ആവുന്നതാണ്, ആ പ്രാരാബ്ധം പോകുന്നതാണത്. അതായത് ചില ആൾക്കാർക്ക് ഡിവോഴ്സായി പോകുന്നത്, ആ ഒരു കർത്തവ്യം, ആ വ്യക്തിയുമായിട്ടുള്ള വലിയൊരു കർമ്മബന്ധം കഴിഞ്ഞിരിക്കുന്നു, അവർ ജീവിതത്തിൽ നിന്ന് പോയിരിക്കുന്നു.
ആ ഒരു രീതിയിലാണ്. പിന്നെ പലതരത്തിലും ദേവി ആരാധന നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശത്രുക്കളിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷനാണ്. നമ്മളെ ദേവി രക്ഷിച്ചുകൊള്ളും എല്ലാ സാഹചര്യങ്ങളിലും. ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദേവിക്കറിയാം, എന്നെ ആശ്രയിച്ചിരിക്കുന്നതാണ്, സ്വന്തമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന, അത് അറിഞ്ഞ ആളാണ്. ഈ വ്യക്തിക്ക് ഒന്നുമില്ല എന്ന വ്യക്തി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഞാനാണെല്ലാം എന്നത്. അപ്പോൾ പിന്നെ അതെൻ്റെ ഉത്തരവാദിത്തമാണ് ഇവരെ രക്ഷിക്കേണ്ടതെന്നത്. അപ്പോൾ നമ്മളോട് അസൂയുള്ളവരാണെങ്കിലും നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നവരാണെങ്കിലും എല്ലാവരെയും ദേവി നോക്കിക്കൊള്ളും. അതുകൊണ്ട് നിങ്ങൾക്കത് പ്രകടമായിട്ട് കാണാൻ കഴിയുന്നതുമാണ്. നിങ്ങളോട് അസൂയയുള്ളവർ, നിങ്ങൾക്ക് എതിരെ പ്ലാൻ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ, അത് ബന്ധുജനങ്ങളാകട്ടെ, നിങ്ങളെ നിന്ദിക്കുന്നവരാകട്ടെ, നിങ്ങളെപ്പറ്റി ഇൻസൾട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ ജീവിതത്തിൽ ദേവി അതിനായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണാം. നിങ്ങളുടെ പ്രാരാബ്ധം കൂടുതലുണ്ടാകുമ്പോഴാണ് നമുക്കും അത് കുറച്ച് സഹിക്കേണ്ടി വരുന്നത്. പക്ഷെ അതല്ലാതെ നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള ആരാധനയുണ്ട്. ദേവി നിങ്ങളെ രക്ഷിക്കുകയും ഇത്തരം ആൾക്കാർക്ക് അവരുടെ സന്താനങ്ങളിലൂടെ, അവരുടെ വിവാഹ ജീവിതത്തിൽ, സന്താനങ്ങളുടെ വിവാഹ ജീവിതത്തിൽ, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതുപോലെ ഒറ്റപ്പെടുത്തിയിട്ട് ഒക്കെ അത് കാണിച്ചു കൊടുക്കുന്നതുമായിരിക്കും. അത് കുലദൈവങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരും അങ്ങനെ തന്നെയാണ്. എന്നെ നോക്കാൻ, എന്നെ കാണാൻ വരാൻ നിനക്ക് സമയമില്ല. നീ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് പലതരത്തിലും നീ എന്നെ ഇഗ്നോർ ചെയ്യുന്നു. ഇന്ന് നിനക്കും അതേ അവസ്ഥ. എന്നെ നീ ഏത് പ്രകാരം എന്തൊക്കെ വ്യാജമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് എന്നെ നീ ഒഴിവാക്കിയോ, ആ അവസ്ഥ, ആ ഒറ്റപ്പെടൽ നിനക്കും ഞാൻ തന്നിരിക്കുന്നു. പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ അയ്യോ പാവം ഒറ്റയ്ക്കാണ് എന്നൊക്കെ പറയുമെങ്കിലും ചില വ്യക്തികളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവർ അവരുടെ കുലദൈവങ്ങളെ മനസ്സുകൊണ്ട് പോലും സ്മരിക്കാത്തവരായതുകൊണ്ട് കുലദൈവവും തൽക്കാലം അവരെ ആ ഒരു രീതിയിൽ നോക്കിക്കാണുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവങ്ങൾക്ക് നമ്മളോട് ശത്രുതയുണ്ടോ എന്നത്. അതല്ല, ആ ഒരു റിയലൈസേഷന് വേണ്ടിയാണ്, ആ പാഠം പഠിപ്പിക്കുകയാണ്. ഒരു സമയമാകുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ പശ്ചാത്താപം വരും, കുറ്റബോധം വരും, ക്ഷമാപണം നടത്തും. പിന്നെ ദേവി നമ്മളെ ചേർത്ത് പിടിക്കും. അതായത് മനുഷ്യൻ്റെ അഹംഭാവം ശമിപ്പിക്കുക എന്നതാണ്. ഒരാളെയും ശിക്ഷിക്കാൻ ഒന്നുമല്ല. നിങ്ങളുടെ പ്രാരാബ്ധം ഹെവി ആയിരുന്നിട്ട് പോലും നിങ്ങളെ ഞാൻ അമ്മയെപ്പോലെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ എന്നെ വില കൽപ്പിച്ചില്ല. അതുകൊണ്ട് ഈ പ്രാരാബ്ധത്തെ കൂടി അനുഭവിക്കൂ, ഈ കഷ്ടം കൂടി അനുഭവിക്കൂ എന്നാണോ എന്നെ തിരിച്ചറിയുന്നത്, ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിൽ തിരിച്ചറിയുന്നത്, അന്ന് ഞാൻ കൂടി ഉണ്ടാകും. ഇത് പരീക്ഷണ ഘട്ടമാണ്. എന്നാലും വീഴാതെ പിടിച്ചു നിർത്തും ഭഗവതി. എത്ര അഹംഭാവം മനുഷ്യൻ കാണിച്ചാലും ഭഗവതി താങ്ങി നിർത്തും. ആ ഒരു റിയലൈസേഷൻ തരും. അപ്പോൾ ഒരുപാട് ദൈർഘ്യം കൂടിയിരിക്കുന്നു. ദേവിയെ പറ്റി പറഞ്ഞാലും തീരില്ല. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയാണെങ്കിലും ഈ 4 നവരാത്രികൾ എടുക്കുക. ഇതിൽ തന്നെ ഈ മാഘ നവരാത്രിയും ആഷാഢ നവരാത്രിയും വളരെ ഗുപ്തമായി ചെയ്യേണ്ടതാണ്. ആ സമയത്തുള്ള നിങ്ങൾ വ്രതം എടുക്കുന്നൊന്നും പുറമേയുള്ള ആൾക്കാരോട് അധികം അറിയിക്കേണ്ട, അതധികം പറയാൻ പോകണ്ട. എത്ര തവണ അഷ്ടോത്തര നാമാവലികൾ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം എത്ര തവണ ഒരു ദിവസം ചൊല്ലുന്നു, രാവിലെ അമ്പലത്തിൽ പോയ കാര്യം, ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ വ്രതമെടുക്കുകയാണ്, പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും അന്നദാനം നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഗുപ്തമാക്കി വയ്ക്കുക. നമ്മുടെ വ്രതങ്ങളും നമ്മളുടെ അനുഷ്ഠാനവും നമ്മളുടെ ധ്യാനത്തിലെ എക്സ്പീരിയൻസസും നമുക്ക് ആ സമയത്തുള്ള സ്വപ്ന ദർശനവും ഇതൊന്നും ആരോടും പറയരുത്. പ്രത്യേകിച്ച് വിശ്വാസമില്ലാത്ത ആൾക്കാരോട്, നിങ്ങളെ കളിയാക്കുന്ന വീട്ടുകാരോട്, വിശ്വാസമില്ലാത്ത വീട്ടുകാരോട്, അതാരായാലും ഇത്തരം കാര്യങ്ങൾ പറയരുത്. അങ്ങനെ വലിയൊരു ആനന്ദം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മനസ്സിൽ വയ്ക്കുക. അത് ആരോടും പറയേണ്ട ആവശ്യമില്ല. അതുപോലെയുള്ള ആൾക്കാർ നിങ്ങളുടെ അനുഭവം പറയുമ്പോൾ അതേപോലെ മറ്റു വ്യക്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മുഖത്തും ആ ഒരു ആനന്ദം, സന്തോഷം കാണുന്നുണ്ടെങ്കിൽ അവരോട് മാത്രം പറയുക. അതായത് ആ ഒരു നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ആൾക്കാർ, സമാന ചിന്താഗതിയുള്ള ആൾക്കാർ, അവരോട് പറയുക. നിങ്ങളോട് അസൂയുള്ള ആൾക്കാരോടും പറയേണ്ട. ഭക്തനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളില്ല. നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങളോട് അസൂയ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയരുത്. അതാണ് പൊതുവെ പറയുന്നത്, ആരോടും പറയാതിരിക്കുക എന്നത്. നിങ്ങൾക്ക് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കാവുന്നതാണ്. കടുംപായസമൊക്കെ കഴിപ്പിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ദേവിക്ക് പട്ട് സമർപ്പിക്കാം, സാരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അങ്ങനെ സാരിയും കൊടുക്കുക ഈ ഒരു ദിവസം. അപ്പോൾ നവമി ദിവസം കൊടുക്കാം, അഷ്ടമി ദിവസം കൊടുക്കാം, പഞ്ചമി ദിവസം കൊടുക്കാം, ഏത് ദിവസവും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്. കുട്ടികൾ നിങ്ങളുടെ കൂടെ കുട്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചമി ദിവസമൊക്കെ അവരെ കൊണ്ട് കൊടുപ്പിക്കുന്നത് നല്ലതാണ്. അതും വളരെയധികം വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഗുണം ചെയ്യും. പൊതുവേ ദേവി ആരാധന എന്നത് നമുക്ക് ഐശ്വര്യം തരുന്നതാണ്, പ്രൊട്ടക്ഷൻ തരുന്നതാണ്. നമുക്ക് ഈ ഒരു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ,
നമ്മുടെ ആത്മീയ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും എന്നതാണ് അതിൻ്റെ വലിയൊരു കാര്യവും. അപ്പോൾ കുറേ ദൈർഘ്യം കൂടിയിരിക്കുന്നു, എന്നാലും കുറച്ച് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാകും. ഏകദേശം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള സംശയങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. തീർച്ചയായിട്ടും പുരുഷന്മാർക്കും വളരെ ഉത്തമം തന്നെയാണ് ദേവി ആരാധന. ഇവിടെ നിങ്ങൾ സ്ത്രീകളെ കുറച്ചുകൂടി ബഹുമാനിക്കാനും, അതായത് അവരിലൊരു ചൈതന്യമുണ്ട്, അതുകൊണ്ട് അവരുമായിട്ട് മെസ്സപ്പ് ആവാനൊന്നും നിൽക്കരുത്. കുറച്ചുകൂടി ആ ഒരു ദേവി തത്വത്തെ ബഹുമാനിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ച് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ആരോടും തുറന്ന് പറയരുത്, നമ്മുടെ അഭിപ്രായം തുറന്ന് പറയേണ്ട എന്നൊന്നുമല്ല അർത്ഥം. സാധാരണ പോലെ തന്നെയാണ്. പക്ഷേ നമ്മളൊരു നെഗറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ പെൺമക്കളെ പ്രത്യേകിച്ചും വളരെയധികം എന്താ പറയുക, ആ ദിവസങ്ങളിൽ അവരെ ഒന്ന് ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് ദേവി പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കുട്ടികളിലൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നല്ലതായാലും മോശമായാലും നമ്മളിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളും അവരിലൂടെ നമുക്ക് കേൾക്കാവുന്നതാണ്. പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും പറയുന്നതായിരിക്കും, പക്ഷെ അതിലൊരു കാര്യമുണ്ടാകും. നിങ്ങളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള പെൺകുട്ടികൾ അവർ പറയുന്നത് ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാലും നല്ല കഠിന വ്രതമൊക്കെ എടുക്കുമ്പോൾ, നന്നായി അനുഷ്ഠാനങ്ങളും പാരായണങ്ങളും ഒക്കെ നന്നായി ചെയ്യുമ്പോൾ, ദേവി മഹാത്മ്യം വായിക്കുന്ന കാര്യം ഒരാൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ, അതുപോലെ ദുർഗാ സപ്തശതി അങ്ങനെയുള്ളതൊക്കെ വായിക്കുമ്പോൾ ദേവിക്ക് എന്തെങ്കിലും മെസ്സേജ് നമുക്കായിട്ട് തരാനുണ്ടെങ്കിൽ അത് ഈ കുട്ടികളിലൂടെ വരുന്നതായിട്ടും കാണാം. സ്വപ്നത്തിലൂടെ സാധാരണമാണ്, പക്ഷേ കുട്ടികളിലൂടെയും അത് വരും. ചിലപ്പോൾ ചോദിക്കും, ഇന്ന സ്ഥലത്ത് അന്ന് പറഞ്ഞു വെച്ചത് ചെയ്തോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോവാതെ എത്ര നാളായി, അല്ലെങ്കിൽ നമ്മളെപ്പോഴാണ് ഇന്ന ക്ഷേത്രത്തിൽ പോവുക, ചെയ്യാൻ മറന്നു പോയ കാര്യമോ, അല്ലെങ്കിൽ ഇനി ചെയ്യേണ്ടുന്ന കാര്യമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ തെറ്റ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കില്ല, ഭാഗത്തുനിന്ന് വന്ന തെറ്റുകളോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഒരുപക്ഷെ നമുക്കറിയില്ല, പക്ഷേ ഈ കുട്ടികൾ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജേർണി, ഒരു പുതിയ യാത്ര തുടങ്ങട്ടെ. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. 2025 ഈ ഓരോ നവരാത്രിയുടെ ഡേറ്റ്സും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ അനുഷ്ഠിക്കുക. ഇത്തവണത്തെ ചൈത്ര നവരാത്രി മാർച്ച് 30 തുടങ്ങുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നവരാത്രിയെപ്പറ്റി, ദേവി ആരാധനയെപ്പറ്റി ഞാൻ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നു. ഇത് ഗുരുവില്ലാതെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കാം, ഇത്രയും കാലം ഞാൻ ചെയ്തു വന്നതും അതിനുശേഷമാണ് ഗുരു ലഭിച്ചതും, അതിനെപ്പറ്റി ഒരു ഐഡിയ ആണ് ഞാൻ തരാൻ ശ്രമിച്ചത്. വീഡിയോ ഇതുവരെ കണ്ടതിന് കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ. ശ്രീമാത്രേ നമഃ.